സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളം മുഴുവൻ, ഒരുപക്ഷെ ദക്ഷിണേന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ ED ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോലാഹലങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ 29-ാം തീയതിയായിരുന്നു ED വീണയ്ക്ക് സമൻസ് അയച്ചിരുന്നത്. വീണ 4 ദിവസം മുൻപ് ഇന്നലെ 25-ാം തീയതി തന്നെ EDക്ക് മുമ്പിൽ ഹാജരായി. ഇതിൽ തന്നെ ഏറെ ദുരൂഹതകൾ പല വിമർശകരും ആരോപിക്കുകയുണ്ടായി. വീണ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റിലാകും എന്നൊക്കെ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ ഇവിടെ കണ്ടെത്തുന്ന ചില ദുരൂഹതകൾ അന്വേഷണത്തിലും നിഴലിക്കുന്നുണ്ട്. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ വീണയെ ചെന്നൈയിലെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൽ അവരുടെ അഭിഭാഷകൻ്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിൽ വീണ തിരുവനന്തപുരത്ത് ആയുർവേദ ജംഗ്ഷനിലുള്ള HDFC ബാങ്കിലെ തൻ്റെ ലോക്കറിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ലോക്കറുമായി ബന്ധപ്പെട്ട്, അതായത് വീണയുടെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അന്ന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് വീണ ഈ ലോക്കറിൻ്റെ വിവരം മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്, മൊഴി നൽകിയത്. എന്നാൽ പിന്നീട് ED അത് കണ്ടെത്തുകയും HDFC ബാങ്കിൽ തിരുവനന്തപുരത്തുള്ള വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കുകയും ചെയ്തു. ഈ ലോക്കറിൽ കാര്യമായി ഒന്നും തന്നെ EDക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഞെട്ടുന്ന മറ്റൊരു വിവരം ED കണ്ടെത്തി. ED ഈ ലോക്കർ തുറക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുൻപേ തന്നെ വീണ വിജയൻ ആ ലോക്കർ തുറന്നിട്ടുണ്ടായിരുന്നു. വിലപ്പെട്ട പല രേഖകളും അവിടെ നിന്ന് മാറ്റുകയുണ്ടായി. ഈ വിവരങ്ങൾ EDക്ക് കിട്ടിയത് ബാങ്ക് അധികൃതരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും വീണ വിജയൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് വഴിയിൽ ഭയമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് സഭയിൽ പറഞ്ഞു, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല. എന്നാൽ അങ്ങനെയല്ല. ED ഏത് നിമിഷവും വീണ വിജയനെ തേടിയെത്തും എന്ന് മനസ്സിലായപ്പോൾ തിരുവനന്തപുരത്തെ ആയുർവേദ ജംഗ്ഷനിലുള്ള HDFC ബാങ്ക് ലോക്കറിലെ രേഖകൾ അവർ മാറ്റിയിരുന്നു. ഇന്നലെ ED വീണയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ലോക്കറിലുണ്ടായിരുന്ന രേഖകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. അതിന് കൃത്യമായി ന്യായയുക്തമായ ഒരു മറുപടിയും അവർക്ക് നൽകാൻ സാധിച്ചില്ല. ഏതാണ്ട് 10 മണിക്കൂറിലധികം നേരം അവരെ ചോദ്യം ചെയ്ത് ED വിട്ടയക്കുമ്പോൾ ഇനി വീണ്ടും വരണം എന്ന് ED പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീണയെ വിട്ടയച്ചത്. എന്തായാലും ഈ കേസിൽ ദുരൂഹതകളാണ് നിഴലിക്കുന്നത്. എന്തായാലും വീണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഇനിയും ED വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നതിന് സംശയമില്ല. അതിലൂടെ വലിയ വലിയ കള്ളത്തരങ്ങളുടെ ചുരുളുകൾ അഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ പൊതുജനങ്ങളോട് നമ്മുടെ മാധ്യമത്തിലൂടെ വിളിച്ചു പറഞ്ഞ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് നന്ദകുമാർ സാർ. സാർ, ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് വീണയും പിണറായി വിജയനും എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ചെറിയ പുള്ളികളൊന്നുമല്ല, വമ്പൻ സ്രാവ് തന്നെയാണ്. അവർക്ക് ഇവിടെ മാത്രമല്ല ബന്ധം, ഡൽഹിയിലും ബന്ധമുണ്ട്. BJPയിലെ ഉന്നത നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്ത് എൻഫോഴ്സ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതിനും അല്ലെങ്കിൽ വേറെ കുറ്റാന്വേഷണ ഏജൻസികൾ ചെയ്യാവുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിവരങ്ങളും അവർക്ക് കിട്ടും. നേരത്തെ എന്നെ എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം ചെയ്തിരുന്നു, എന്നെ വിളിപ്പിച്ചിരുന്നു. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ലാവ്ലിൻ കേസിലെ സുപ്രധാനമായ രേഖകളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അവർ എന്നെ ചോദ്യം ചെയ്തിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരം നിമിഷ നേരം കൊണ്ട് അവരെല്ലാ ഫയലുകളും സർട്ടിഫൈഡ് കോപ്പി തിരുവനന്തപുരം CBI കോടതി നിർത്തുകയും പിന്നീട് എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും അതിൻ്റെ അകത്ത് വളരെ വിശദമായ കാര്യങ്ങൾ ഞാൻ പറയുകയും ചില രേഖകൾ ഏകദേശം 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ്റെ വിദേശത്തുള്ള ഇടപാടുകളുടെ രേഖകളടക്കം ഞാൻ കൈമാറുകയും ചെയ്തിട്ടും ആ രേഖകളെല്ലാം അപ്പോൾ തന്നെ പിണറായി വിജയനിൽ തിരിച്ചെത്തി എന്നുള്ളതാണ് സത്യം. പിന്നീട് കണ്ടത് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്ത് ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ട് പോകുന്നതാണ് പോലീസിനെ ബേച്ച്. അപ്പം എത്രമാത്രം ബന്ധങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പിണറായി വിജയൻ്റെ മകളുടെ HDFC ബാങ്കിൻ്റെ ആയുർവേദ ജംഗ്ഷനിലുള്ള ബാങ്കിൽ HDFC ബാങ്കിൽ ലോക്കറിൽ നേരത്തെ തന്നെ വന്ന് എല്ലാ രേഖകളും കടത്തിക്കൊണ്ടുപോയി വീണ വിജയൻ. CCTV ദൃശ്യങ്ങൾ കൃത്യമായി HDFC ബാങ്കിൽ പരിശോധിച്ചാൽ ഒരാഴ്ച മുമ്പ് അവർ വന്ന് കൊണ്ടുപോയതിൻ്റെ കൃത്യമായ തെളിവുകൾ കിട്ടുമെന്നാണ് എന്നോട് ബാങ്കിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞത്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ല സാർ, HDFC ബാങ്കിലെ
ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇ ഡിയോട് ഇക്കാര്യം സംബന്ധിച്ചിട്ടുണ്ട്. കാരണം ഇ ഡി എത്തുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് വീണ ലോക്കർ തുറന്ന് എന്തൊക്കെയോ വിലപ്പെട്ട രേഖകൾ. അപ്പോൾ എനിക്ക് കിട്ടിയ കഴിഞ്ഞ തവണ ഞാൻ ചെയ്താണ്. പിറ്റേ ദിവസം ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞാണ് അന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത്. അപ്പോൾ കടത്തിക്കൊണ്ടുപോയ രേഖകൾ എന്താണ് ഏറ്റവും പ്രധാനം? 2 സ്ഥലത്തൂടെയാണ് അവർ രേഖകൾ സൂക്ഷിച്ചത്. ഒന്ന് വെച്ചിട്ട് ഈ ലോക്കറിലാണെങ്കിൽ 2 അവരുടെ മൊബൈൽ ഫോണിൽ ക്ലൗഡിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഈ 10,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ തെളിവ് മാത്രമാണ്. 10,000 കോടിയിലല്ലാതെ എത്ര കോടികൾ പിണറായി വിജയന് സമ്പാദ്യമുണ്ടാകും? എന്തൊക്കെ വിധത്തിൽ, ഏതൊക്കെ വിധത്തിലാണ് പിണറായി വിജയൻ കട്ടുമുടിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്? നമ്മൾ കേൾക്കുന്നതെല്ലാം തന്നെ 5,000, 10,000 കോടി രൂപയുടെ തട്ടിപ്പുകളാണ്. ഈ കരിമണൽ കടത്തയുമായിട്ടുള്ള ഇടപാടിൽ വിദേശത്ത് തീവ്രവാദ ബന്ധമുള്ള ആളുകളുമായി കച്ചവടം ചെയ്ത് തോറിയം, അതേപോലെ യുറേനിയം അടക്കമുള്ള മെറ്റീരിയൽ, കരിമണലിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ ഇവിടെ നിന്ന് കടത്തി അവിടെ എത്തിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിനെക്കുറിച്ചൊരു ഷോൺ ജോർജ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വലിയ ഗുരുതരമായ ആരോപണം പറയുകയും അദ്ദേഹം പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന പോലെ ചെറിയ പുള്ളിയൊന്നുമല്ല പിണറായി വിജയൻ. ഇൻ്റർനാഷണലായിട്ട് ബന്ധമുണ്ട്. എന്തിന്? നമ്മുടെ വിദേശത്ത് പോയി ദാവൂദ് ഇബ്രാഹിമുമായിട്ട് വളരെ രഹസ്യ സംഭാഷണം നടത്തി എന്ന് പറയുന്ന ഒരു വാർത്ത നേരത്തെ എനിക്ക് കിട്ടിയിരുന്നു. അത് ശരിയാണോ അല്ലേ എന്ന് പിണറായി വിജയനാണ് പറയേണ്ടത്. എനിക്ക് കിട്ടിയ വാർത്ത ഞാൻ നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ എല്ലാ തരത്തിലും വിദേശത്ത് പോലും പിണറായി വിജയന് ഇത്തരം ബന്ധങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ സുവ്യക്തമാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നത് എന്തിനാണ്? അദ്ദേഹം അസുഖം എന്നുള്ള പേരിലാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദമായ പഠനം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഇൻ്റർനാഷണലായ ഒരു ക്രിമിനലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മകളെയും അദ്ദേഹം പഠിപ്പിച്ചത് ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്. ഒരു പിതാവ് സ്വന്തം മകളെ അങ്ങനെ ഒരു കുട്ടിയും എത്ര വലിയ ക്രിമിനലാണെങ്കിലും മോളെ സുരക്ഷിതമാക്കും, അല്ലെ മകനെ സുരക്ഷിതമാക്കും. പക്ഷെ പിണറായി വിജയൻ ചെയ്തത് ഏറ്റവും ലോകത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം ഇത്തരം തട്ടിപ്പുകളാണെന്നും ആ തട്ടിപ്പുകളിൽ തന്നെ പോയാൽ മക്കൾക്ക് ആ കോടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും അങ്ങനെ സുഖലോലുപരായി കഴിയാമെന്നും കമ്മ്യൂണിസമോ അല്ലെങ്കിൽ ഇതൊക്കെ വാചകടിയാണെന്നും ഇതൊക്കെ തട്ടിപ്പാണെന്നും സ്വന്തമായിട്ടുള്ള പൈസ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും പഠിച്ചിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ. വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന പിണറായി വിജയനെ അന്ധമായി വിശ്വസിച്ച കമ്മികൾ ഇപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ ദയനീയമായിട്ട് പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും എല്ലാം CPM-ൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ വിജയിച്ചത്, വിമതർ വിജയിച്ചത്. അപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ സാധാരണ അണികൾ തയ്യാറായിരിക്കുന്നു. നേതൃത്വമാണ് ഇപ്പോൾ മാറേണ്ടത് എന്നുള്ള സ്ഥിതിയിലെത്തിയിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് വേറെ നമുക്ക് പറയാം. ഇവിടെ വീണ വിജയനെ ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? ഇതൊരു ചോദ്യമാണ്. നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെ അടക്കം ചെറിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, സൂചനയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ള, മാസങ്ങളോളം ജയിലിൽ അടച്ചിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റിന് എന്തുകൊണ്ടാണ് വീണ വിജയനെ അറസ്റ്റ് ചെയ്യാതെ? ഇത് വളരെ ഗുരുതരമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് പ്രധാന ഉത്തരം ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിരുന്നു. BJP-യിലെ കേരളത്തിലെ ഒരു MLA അടക്കം ഇതിന് പിണറായി വിജയന് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൽഹിയിലടക്കം പിണറായി വിജയന് അടുത്ത ബന്ധമുണ്ട്. പിണറായി വിജയൻ്റെ എല്ലാ കേസുകളും കഴിഞ്ഞ 5 വർഷമായിട്ടോ അല്ലെ 10 വർഷമായിട്ടോ അട്ടിമറിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള BJP നേതാക്കന്മാർ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോഴും സഹായിക്കുന്നത്. അവർക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഓഹരി, അതായത് കരിമണൽ കർത്തയുടെ കാര്യത്തിലായാലും അല്ലാതെയുമുള്ള ഇടപാടുകളിൽ അവർക്ക് കൃത്യമായി ഓഹരി കിട്ടിയിട്ടുണ്ട്. അവർക്കും യൂസഫലിയുടെ കമ്പനിയിലടക്കം വലിയ കോടികൾ നിക്ഷേപമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം വിളിച്ചു പറയും. അത് അവരുടെ ഭാവിയെ പോലും തകർക്കുമെന്ന് കൃത്യമായി അറിയുന്ന BJP നേതാക്കന്മാരാണ് ഇന്നലെ വീണ വിജയനെ 10 മണിക്കൂർ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം അറസ്റ്റ് ചെയ്യാതെ വിട്ടയക്കാനുള്ള ഒരു കാരണമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ വിജയൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാൻ പോകുന്നു. ഇന്ത്യയിലെ പ്രഗത്ഭരായ അഡ്വക്കേറ്റ്മാരെ നിയമിക്കാൻ പോകുന്നു. അതിൻ്റെ ലൂപ്പ് ഹോൾ ഈ BJP നേതാക്കന്മാർ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. എൻഫോഴ്സ്മെൻറ്റിലടക്കം ഭയങ്കര സ്വാധീനമുള്ള ഡൽഹിയിൽ നിന്നുള്ള നേതാക്കന്മാർ ഇടപെട്ടു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞാൽ വീണ വിജയനെ ഇന്നലത്തെ ഒറ്റ അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. 10 മണിക്കൂർ ചോദ്യം ചെയ്തു. ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം മാത്രം കണ്ടെത്തിയാൽ മതി വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ. 2,78,00,000 രൂപ പിണറായി CMR കമ്പനിയിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഷെൽ കമ്പനിയിലേക്ക് എന്തിനയച്ചു? സർവീസ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ആ കമ്പനി വ്യാജമായി ഉണ്ടാക്കി, അതായത് ഈ പറയുന്ന ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി കമ്പനി ആക്റ്റുകളുടെ വയലേഷൻ നടത്തി അതിലൂടെയാണ് പണം തട്ടിയെടുത്തുള്ളത്. അപ്പം ഒരു കൈക്കൂലിയാണ്.
പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീന പ്രകാരം അഴിമതി പണം ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അത് കൃത്യമായി ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. PV എന്ന് പറയുന്ന പിണറായി വിജയൻ PV അല്ലാന്ന് എത്ര പറഞ്ഞാലും PV എന്ന പിണറായി വിജയൻ ആണെന്നും പിണറായി വിജയൻ്റെ മകളാണ് വീണ എന്നും കൃത്യമായ രേഖയാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളായ വീണ എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആരാം? അപ്പോൾ വീണയുടെ പിതാവ് പിണറായി വിജയൻ അല്ലേ? അല്ലെങ്കിൽ പിണറായി വിജയൻ പറയണം. കാരണം പിണറായിയുടെ കൃത്യമായി പറയുന്നുണ്ട് വീണയുടെ പിതാവായ PV അഥവാ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട്. ആ മുഖ്യമന്ത്രിയെ പറ്റി പറയുമ്പോൾ ആ PV ഞാനല്ല എന്ന് പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ ആ ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. വീണ വിജയൻ്റെ പിതാവ് പിണറായി വിജയൻ തന്നെയല്ലേ? അല്ലെങ്കിൽ പറയട്ടെ, ആ രേഖയിൽ പറയുന്ന ആൾ എൻ്റെ മോളാണ്, അല്ലെങ്കിൽ ധൈര്യപൂർവ്വം പറയട്ടെ. അപ്പോൾ അങ്ങനെ പറയാതെ എടുത്തോളം കാലം അദ്ദേഹം അതിനെ പോലും മോളെ പോലും തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. മോള് തന്നെ ചോദിച്ചു, അച്ഛാ എന്നെ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പഠിപ്പിച്ചത്? ഞാൻ ഈ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിന്നുകൊണ്ടിരിക്കാൻ, പോലീസും പത്രക്കാരും എന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തല താഴ്ത്തി മുഖത്ത് മാസ്ക് ഇട്ടിട്ട് എനിക്ക് പോകേണ്ട ഗതികേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ അച്ഛനല്ലേ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വീട്ടിൽ കലാപമുണ്ടായി എന്നുള്ള വിവരമാണ് കേൾക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെ ശ്രമിക്കാൻ തയ്യാറാണ് പിണറായി വിജയൻ. CPM-നെ വിഭജിച്ച് ഒരു വിഭാഗത്തെ BJP-യിൽ എത്തിച്ചിട്ടാണെങ്കിലും പിണറായി വിജയൻ വിട്ടുവീഴ്ചയിൽ തയ്യാറാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ഗുരുതരമായ വളരെ ഗൗരവമായ രേഖകൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കൈവശമുണ്ട്. വേറെ ഇനി അന്വേഷണത്തിന് പോകേണ്ട ആവശ്യം, ഇനി അന്വേഷിച്ച് പോകുമ്പോൾ ഈ 10,000 കോടിയൊന്നല്ല, ഇതിൻ്റെ എല്ലാ രേഖകളും ക്ലൗഡിൽ നിന്നും അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാൻ വലിയ ഇതൊന്നുമില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഷോൺ ജോർജ് കൊടുത്തിട്ടുണ്ട്. ഷോൺ ജോർജ് കൊടുത്ത ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ പിണറായി വിജയൻ്റെ മകൾക്കും പഴയ ലീവിംഗ് ടുഗദറായ ആൾക്കും കൂടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ ലീവിംഗ് ടുഗദറായി ജീവിച്ച, അതായത് റിയാസിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ആളുമായിട്ട് ലീവിംഗ് ടുഗദറിലായിരുന്നു. ആ ലീവിംഗ് ടുഗദറിൽ ജീവിച്ച വീണ വിജയന് വിദേശത്ത് അബുദാബി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ലാവ്ലിൻ കേസിലെ ഫണ്ടും അതേപോലെ പ്രൈസ് വാട്ടർ കൂപ്പറിൽ നിന്നുള്ള ഇടപാടുകളിൽ നിന്നുള്ള കമ്മീഷനും എല്ലാം തന്നെ കിക്ക് ബാക്കും എല്ലാം തന്നെ ഈ അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതേപോലുള്ള പല ബാങ്കുകളിലും പല സ്ഥലങ്ങളിലായിട്ട് ബിനാമി അക്കൗണ്ടുകൾ ഇവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിലൂടെ തന്നെ അന്വേഷണം പോയി കഴിഞ്ഞാൽ, കേന്ദ്ര വിദേശ മന്ത്രാലയം വഴി ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ചെറിയ പുള്ളിയല്ല പിണറായി വിജയനെന്നും മകളെന്നും മകനെന്നും മനസ്സിലാക്കാൻ പറ്റും. ആ സ്ഥിതിയിലാണ് നിൽക്കുമ്പോൾ കൂളായിട്ട് വീണ വിജയൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ 10 മണിക്കൂർ ആരും അറിയാതെ അവിടെ ചെല്ലുകയും അതിനുശേഷം കൂളായിട്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്നത്. രാത്രി ഒരു ടൈം കഴിഞ്ഞിട്ടാണ് അവരെ ഇറക്കി വിടുന്നത്. കാരണം എന്താ വെച്ചാൽ പത്രക്കാരൊക്കെ എല്ലാ ജനങ്ങളെല്ലാവരും പോയി അതിലെ ശ്രദ്ധയില്ല എന്നുള്ള സമയത്താണ് ഇറക്കി വിടുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇത് വളരെ സെറ്റിൽമെൻ്റാണ്. പിണറായി വിജയനെ മകളെയും രക്ഷപ്പെടുത്താൻ BJP-യുടെ പ്രമുഖ നേതാക്കന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലായത്. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഒരു MLA ആണ് എന്നുള്ള കാര്യമാണ്. നേരെ സാറേ, ഇപ്പോൾ ED സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ വിജയന് വരണം എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കൂടാതെ ആ ഡേറ്റിന് അവർ കൃത്യമായി സമൻസും കൊടുക്കും. വാക്കാലുള്ള വിളിച്ചു വരുത്തലല്ലല്ലോ ഉണ്ടാകാൻ പോകുക. അപ്പോൾ എന്തായാലും ഈ വീണയെ വീണ്ടും ചോദ്യം ചെയ്യും. HDFC ബാങ്കിലെ ലോക്കറിൽ നിന്ന് എന്താണ് മാറ്റിയത്, ഏത് തരത്തിലുള്ള രേഖകളാണെന്നുള്ളതിനൊക്കെ കൃത്യമായി EDക്ക് അവർ മൊഴി കൊടുക്കേണ്ടതായി വരും. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും വീണ വിജയനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളാതിരിക്കാൻ EDക്ക് സാധ്യമാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ EDക്ക് കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കി മുകളിലേക്ക് ഇത് സമർപ്പിക്കേണ്ടതായി വരുമല്ലോ. അവരന്വേഷിച്ച ഈ കേസിൻ്റെ കുറ്റപത്രം അവർക്കും സമർപ്പിക്കേണ്ടതായി വരുമല്ലോ. അപ്പോൾ അവിടെ ഒക്കെ എന്താണ്, ആരാണ് വെട്ടിലാകുന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയല്ലേ. അതിനൊരു ഉദാഹരണം പറയാം. എന്നെ വീണ വിജയൻ വീണ ജോർജ് ഒരു പരാതി കൊടുത്തു. വീണ ജോർജിൻ്റെ സെക്രട്ടറിയെ പരാതി കൊടുത്തു. പരാതിയിൽ എന്താണ്? നന്ദകുമാർ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് എനിക്കെതിരെ 2021 നവംബർ 30 വൈകുന്നേരം 4 മണിക്ക് പരാതി കൊടുക്കുന്നത്. പിറ്റേ ദിവസം സംഭവിക്കുക ഇവിടെ എന്നെ ഓഫീസിൽ വന്ന് അറസ്റ്റ് ചെയ്തു. അതിൽ ചേർത്ത വകുപ്പ് എന്താ? IT Act 67A. അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. മാറ്ററിലാണ് അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു സംഭവമില്ല. സെക്ഷലായിട്ടുള്ള പരാമർശങ്ങളൊന്നും തന്നെയില്ല.
അവരുടെ യാതൊരു വീഡിയോയും എൻ്റെ അടുത്ത് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് എനിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഒരു കേസ് ഗൗരവമാക്കി തൽക്കാലം ബുദ്ധിമുട്ടിക്കാനും പകരം അത് ലഘൂകരിച്ച് ജാമ്യം കിട്ടുന്ന രൂപത്തിൽ വകുപ്പ് ചേർക്കാനും ആര് വിചാരിച്ചാൽ കഴിയും? എൻഫോഴ്സ്മെൻറ്റ് വിചാരിച്ചാൽ കഴിയും. അതിന് ഇപ്പോൾ പുറത്തു വിട്ടത് പ്രമുഖ അഡ്വക്കേറ്റ്മാരെ കണ്ട് കൃത്യമായിട്ട് അവർ വകുപ്പുകൾ എന്നതാണെന്നും ചേർക്കാൻ പോകുന്നത് കൃത്യമായി പരസ്പരം ധാരണയുണ്ടാക്കി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യാനുള്ള എല്ലാ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇറങ്ങിയത്. അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. തെളിവുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. 2.78 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ ഇനി മറിക്കാൻ പറ്റില്ലല്ലോ, എൻഫോഴ്സ്മെൻറ്റും പറയാൻ പറ്റില്ല. പക്ഷേ കോടാനുകോടി രൂപയുടെയും മറ്റു അനധികൃതത്തിൻ്റെയൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിയും നിയമപരമായി. ലാവ്ലിംഗ് കേസ് എന്തേ 9.5 വർഷമായിട്ട് സുപ്രീം കോടതി കിടക്കുന്നത്? അത് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയായ CBIയുടെ സോളിസിറ്റർ ജനറൽ ചെന്നിട്ട് അവിടെ പറയുന്നതുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത് ഞാൻ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. അവരെന്താ കൈമലർത്തിയത്? അവർക്കൊക്കെ ഇതിൻ്റെ പങ്കാളികളാണ്. സാർ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ലാവലിൽ അങ്ങനെ ഒരു ഒത്തുകളി നടന്നതുപോലെ ഈ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണോ? ഞാൻ പറയുന്നത് അതേപോലെയുള്ള ഒത്തുതീർപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിന് നേരത്തെ ഇതിൻ്റെ പങ്കാളിത്തം കൈപ്പറ്റിയിട്ടുള്ള ചില നേതാക്കന്മാരുണ്ടല്ലോ കേരളത്തിൽ. ഇത്രയും കാലം പിണറായി വിജയനെ ഇവിടെ ഡൽഹിയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കോൺഗ്രസ് മുക്ത ഭാരതത്തിന് കേരളത്തിൽ പറ്റിയത് പിണറായി വിജയനാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള നേതാക്കന്മാർ, പിണറായി വിജയൻ്റെ കൂടെ നിന്ന് കട്ട മുതൽ പങ്കുവെച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അവരുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ BJPയിൽ തന്നെ ഭൂകമ്പം ഉണ്ടാവും. അതിലൊരു MLA ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയാം, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആ MLA ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് യൂസഫ് അലിയായിട്ടൊക്കെ ഭയങ്കര അടുത്ത ബന്ധമാണ്. യൂസഫ് അലിയുടെ കമ്പനിയിൽ പോയി മകനുമായിട്ട് ഇരുന്നു കൊണ്ട് ഇവിടുത്തെ പല സെറ്റിൽമെൻറ്റും എന്താ ആരോപണം അവിടുന്ന് സെറ്റിൽമെൻറ്റ് നടത്തും. ഇവിടെ BJP എന്തെങ്കിലും ആരോപണം വെച്ചാൽ അവിടെ സെറ്റിൽമെൻറ്റ് നടന്നു, അതിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കും, വലിയ പങ്ക് ആ ആൾക്കും കൊടുക്കും, ഇവിടെ ബാക്കിയുള്ളവർക്കും കുറച്ച് കൊടുത്ത് അത് തീർക്കല പണി. വലിയൊരു അന്തർധാര ഇതിന് പിറകിലുണ്ട് എന്ന് തന്നെയാണ് സാർ പറഞ്ഞു വരുന്നത്. നിർബന്ധമായിട്ടും ഇന്നലെ ഒറ്റ കാര്യത്തിൽ തന്നെ ഞാൻ ഷോൺ ജോർജിനോട് ഈ കാര്യം ചോദിച്ചു. ഷോൺ ജോർജ് പറയുന്നു, കേട്ടു നോക്കൂ. നമസ്കാരം. അതായത് വീണ വിജയൻ 29-ന് പകരം ഇന്ന് ചോദ്യം ചെയ്യലിന് വന്നിരിക്കാണല്ലോ. അതിലെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? ദുരൂഹതയില്ല. അത് അന്വേഷണ ഏജൻസികൾക്ക് ഏത് സമയത്ത് വിളിപ്പിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. എനിക്ക് മാസങ്ങളോടുള്ള വിവരങ്ങളെ എനിക്ക് കിട്ടുള്ളൂ. എനിക്ക് 29 എന്നുള്ള വിവരമാണ് ഞാനിപ്പോൾ അറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് വിളിച്ചു? എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. അതാ 29-ന് പകരം ഇന്നിപ്പോ നേരത്തെ വരുന്നവര് 10:30 മണിക്ക് എത്തുന്നു. അതിലെന്തെങ്കിലും നീ അഡ്ജസ്റ്റ്മെന്റുകളിൽ എന്തെങ്കിലും പോകുമോ എന്നാണ് എന്റെ ചോദ്യം. ഇതൊന്നും അതിൽ ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ലല്ലോ. അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നു. ഈ നിമിഷം വരെ അന്വേഷണം വളരെ നന്നായിട്ട് പോയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഈ ഇലക്ഷൻ ഈ നിമിഷം വരെയും എന്റെ പാർട്ടി ഭാരമേൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞ അത്തരം സംശയങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ഈ കേസ് 2020-ൽ സംഭവമാണ്. അന്ന് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കാൻ വേണ്ടിയതാണ്. ഇതിന്റെ എല്ലാം വിശദീകരണം ഞാൻ തന്നെ പല പ്രാവശ്യം തന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ഈ കേസ് എത്തേണ്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അല്ല, ഇന്നിപ്പം 29-ാം തീയതി വരെ അഡ്വാൻസ് ആയിട്ട് അവര് വരുന്നു. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് വിളിപ്പിച്ചതായിരിക്കില്ല. ചുമ്മാ ED കയറി ചെല്ലില്ലോ. അല്ല, അവരറിയാതെ കയറി ചെല്ലാൻ പറ്റില്ല, അറിഞ്ഞുകൊണ്ടേ ചെല്ലാൻ പറ്റുള്ളൂ. അതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള. അതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. അന്വേഷണ ഏജൻസി വളരെ കൃത്യമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരു കാരണവശാലും അത്തരം സംശയങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. വളരെ കൃത്യമായി തന്നെ അന്വേഷണം പൂർത്തീകരിക്കുന്നതാണ് എന്റെ വിശ്വാസം. കേട്ടല്ല, ഷോൺ ജോർജ് പറഞ്ഞ എനിക്കറിയില്ല. കാരണം തമ്മിൽ ധാരണയുണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് 29-ാം തീയതി വിളിപ്പിക്കുന്നവരെ ഇത്രയും ധൃതി പിടിച്ചപ്പം വിളിപ്പിക്കേണ്ട ആവശ്യം എന്താ? 29-ാം തീയതി വിളിപ്പിച്ചാൽ പോരെ. അപ്പം ആരും അറിയാതെ രഹസ്യമായി ഇവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. എന്നിട്ട് കേസുകൾ അട്ടിമറിക്കുന്നതിൻ്റെ രീതി പല രീതിയിലാണ്. വകുപ്പുകൾ ഗുരുതര വകുപ്പുകൾ മാറ്റി ജാമ്യം കിട്ടുന്ന വകുപ്പുകളാവുക, കോടതിയിൽ ജാമ്യം കിട്ടാൻ സമയത്ത് മിണ്ടാതിരിക്കുക, അങ്ങനെ പല തന്ത്രങ്ങൾ ഇവർക്ക് അറിയാം. അതല്ലേ സുപ്രീം കോടതിയിലെ ലാവ്ലിംഗ് കേസ്
9 വർഷമായി നീട്ടിക്കൊണ്ടു പോകുന്നത്. എന്തായാലും ഇതിൽ ഏറെ ദുരൂഹതകളുണ്ട് എന്നാണ് നന്ദകുമാർ സാറ് പറഞ്ഞു വരുന്നത്. സാറിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തീർച്ചയായും സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും വെറുതെ കാടടച്ച് വെടിവെക്കുന്നതല്ല. ലാവ്ലിൻ കേസ് നമ്മൾക്ക് മുമ്പിലുള്ളൊരു സാക്ഷ്യം തന്നെയാണ്. ഏതാണ്ട് 37 തവണയിൽ കൂടുതലാണ് അവിടെ സുപ്രീം കോടതി 80 തവണ രജിസ്ട്രി അടക്കം. അതെ, അപ്പോൾ അത്രയും തവണ മാറ്റിവെക്കപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് ഇപ്പോഴത്തെ ഈ പോക്ക് കാണുമ്പോൾ, വീണാ വിജയനുമായി ബന്ധപ്പെട്ട ഈ കേസിൻ്റെ പോക്ക് കാണുമ്പോൾ അത്തരത്തിലൊരു ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു സംശയം ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു. അത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, കണ്ടറിയാം. എന്തായാലും ഷോൺ ജോർജ് വളരെ ശക്തം പോരാടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പോരാട്ട വീര്യത്തെ, നിയമ കാര്യങ്ങളിലുള്ള അറിവിനെ, അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ച് കൃത്യമായി നിയമപരമായി പണി കിട്ടുമെന്ന് പറയുന്ന ഒരു സമീപനം, മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം ആണ് മറുഭാഗത്ത്. അദ്ദേഹത്തിന് മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സത്യം.